ആയിരങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു നോവലാണ് പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ്. സാന്റിയാഗോ എന്നൊരു ബാലന്റെ നിധി തേടിയുള്ള യാത്ര. പൗലോ കൊയ്ലോ പറയുന്നുണ്ട്, സ്വപ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തെ ഇത്രയേറെ മനോഹരമാക്കുന്നത്. ഇറ്റ് ഈസ് ദ പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് എ ഡ്രീം കം ട്രൂ ദാറ്റ് മേക്സ് ലൈഫ് ഇൻട്രസ്റ്റിംഗ്. എന്താണ് ആൽക്കമിസ്റ്റിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്? ഒന്നാമതായിട്ട്, ഫിയർ ഈസ് ദ ബിഗ്ഗസ്റ്റ് ഒബ്സ്റ്റക്കിൾ. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ പല തടസ്സങ്ങളും കാണും. പക്ഷേ ഈ എല്ലാ തടസ്സങ്ങളെക്കാളും വലുതാണ് ഈ തടസ്സങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഭയം. ഈ ഭയത്തെയാണ് നമ്മൾ ആദ്യം അതിജീവിക്കേണ്ടത്. നമ്മൾ ഏതൊരു പുതിയ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴും ഏതൊരു പുതിയ സാഹചര്യത്തിലേക്ക് ചെല്ലുമ്പോഴും അത് നമ്മുടെ ഉള്ളിൽ ചെറിയൊരു ഭയം സൃഷ്ടിക്കുന്നുണ്ട്. കാരണം അതിലൊരു റിസ്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ റിസ്കിനൊപ്പം അതിൻ്റെതായിട്ടുള്ള പ്രതിഫലവും ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ നടത്തുന്ന അന്വേഷണങ്ങൾ, നമുക്കറിയാത്തിടത്തേക്ക് നമ്മൾ നടത്തുന്ന എടുത്തുചാട്ടങ്ങൾ, ഇതെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. ദ റിസ്ക് ഈസ് വർത്ത് ഇറ്റ് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട്, ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളും കിട്ടുന്നുണ്ട്. നമ്മുടെ ചുറ്റും എന്തോരം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ പതിവ് ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിനൊന്നും നന്ദിയില്ലാത്തവരായി പോകും. പരാതികൾ മാത്രമുള്ള മനുഷ്യരായിട്ട് മാറാൻ സാധ്യതയുണ്ട്. നമ്മുടെ ചുറ്റും നടക്കുന്ന നല്ല കാര്യങ്ങളെ കാണാൻ കഴിയാത്ത മനുഷ്യരായി മാറാൻ സാധ്യതയുണ്ട്. ഓരോ ദിവസവും ഈ അത്ഭുതങ്ങളെക്കുറിച്ച് നന്ദിയുള്ളവരാവുക എന്നുള്ളതാണ്. എന്നും നമ്മൾ കണ്ട് ഓർഡിനറിയായി മാറിയിട്ടുള്ള കാര്യങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. കാരണം ഒരു കാലത്ത് മനുഷ്യന് സൂര്യൻ ഉദിച്ചുയരുന്നത് അത്ഭുതമായിരുന്നു എന്ന് പറയും. പക്ഷേ അത് കണ്ട് നമുക്കതൊരു അത്ഭുതമല്ലാതായി മാറി. നന്ദിയുള്ള ഒരു ഹൃദയം ഓരോ ദിവസവും കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട്, മേക്ക് ദ ഡിസിഷൻ. നമ്മുടെയൊക്കെ ജീവിതം പലപ്പോഴും ഒരു വെള്ളത്തിന്റെ ഒഴുക്കിനൊപ്പം പോകുന്ന തോണി പോലെയാണ്. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളുടെ കൂടെ, നമ്മുടെ ചുറ്റും നടക്കുന്ന സാഹചര്യങ്ങളുടെ കൂടെ നമ്മൾ പതുക്കെ ഇങ്ങനെ ഒഴുകി മുമ്പോട്ട് പോകുന്നു. നമ്മുടെ നിയന്ത്രണത്തിലല്ല പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങളും നിൽക്കുന്നത്. അവിടെയാണ് ഈ ധൈര്യം നമ്മൾ കാണിക്കേണ്ടത്. ചില തീരുമാനങ്ങൾ എടുക്കാൻ, ചില മാറി നടക്കലുകൾക്ക് ധൈര്യപ്പെടാൻ. നമ്മുടെ സ്വപ്നത്തിന് നേരെയുള്ള നമ്മുടെ ഹൃദയത്തിന്റെ ഒഴുക്കിന് നമ്മുടെ സാഹചര്യങ്ങളുടെ ഒഴുക്കിനേക്കാളും ശക്തിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സ്വപ്നങ്ങളുടെ പുഴയിലേക്ക് കാലെടുത്ത് വെക്കാൻ നമ്മൾ ധൈര്യം കാണിക്കണം. നാലാമത്തെ കാര്യമാണ് ഗെറ്റ് അപ്പ്. നമ്മൾ പലപ്പോഴും തോറ്റുപോകും, പക്ഷേ അപ്പോഴെല്ലാം നമ്മൾ എഴുന്നേക്കാൻ പഠിക്കണം. ദ സീക്രട്ട് ഓഫ് ലൈഫ് ഈസ് ടു ഫാൾ 7 times ആൻഡ് ടു ഗെറ്റ് അപ്പ് 8 times. 7 പ്രാവശ്യം വീണാലും 8ാമത് ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യാം എന്നുള്ളൊരു മനോഭാവത്തോടെ എഴുന്നേൽക്കുന്നിടത്താണ് ജീവിതത്തിൻ്റെ വിജയം. സാഹചര്യങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. പക്ഷേ അവസാനം വരെ നമ്മൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ കൂടെ നമ്മൾ ഉറച്ചു നിൽക്കണം. ആറാമത്തെ കാര്യമാണ്, വൺ ഹൂ ഈസ് റെഡി ടു സെർച്ച് ഫൈൻഡ്സ്. നമ്മൾ പലപ്പോഴും പലതും കണ്ടെത്താത്തത്, അവസരങ്ങൾ കണ്ടെത്താത്തത്, നമുക്ക് യോജിച്ച മനുഷ്യരെ കണ്ടെത്താത്തത്, നമ്മൾ ആവശ്യത്തിന് തേടാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഒരു കാര്യം അന്വേഷിച്ചു തുടങ്ങിയാൽ നിങ്ങൾ തീർച്ചയായും അത് കണ്ടെത്തും. ഈ അന്വേഷണമാണ് പലപ്പോഴും നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. ഏഴാമത്തെ കാര്യമാണ്, യു ആർ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഹിസ്റ്ററി ആൻഡ് ദ വേൾഡ്. നമ്മളെ തന്നെ നമ്മൾ പലപ്പോഴും ചെറുതായി കാണാറുണ്ട്, കുറച്ച് കാണാറുണ്ട്. ഈ വലിയ ലോകത്തിൽ ഞാൻ എന്താണ്, ഞാൻ വെറുതെ ചെറുതല്ലേ, ഞാൻ ചെയ്യുന്നതൊന്നും ഇവിടെ മാറ്റമുണ്ടാക്കാൻ പോകുന്നില്ല എന്നൊക്കെ. പക്ഷെ സ്റ്റീവ് ജോബ്സ് പറയുന്നുണ്ട്, ചില മനുഷ്യർ ഭ്രാന്തന്മാരാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ. അവരാണ് യഥാർത്ഥത്തിൽ ലോകത്തെ മാറ്റിമറിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ തന്നെ ചെറുതായി കാണരുത്. ഒരു ചെറിയ കല്ല് നമ്മൾ പുഴയിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ ഓളങ്ങൾ വലുതായി പോകുന്നത് കാണില്ലേ, റിപ്പിൾ എഫക്റ്റ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കൊച്ചു ജീവിതവും. നമ്മൾ ആരുടെയെല്ലാം ജീവിതത്തെയാണ് പ്രചോദിപ്പിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. നമ്മുടെ ചെറിയ പ്രവൃത്തികൾ, നമ്മുടെ ചെറിയ വാക്കുകൾ ഈ ലോകത്തൊരു മാറ്റം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ച് തന്നെ മുമ്പോട്ട് പോവുക. പൗലോ കൊയ്ലോ പറഞ്ഞു വെക്കുന്നു, യു വിൽ നെവർ ബി ഏബിൾ ടു എസ്കേപ്പ് ഫ്രം യുവർ ഹാർട്ട്, സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ലിസൺ ടു വാട്ട് ഇറ്റ് ഹാസ് ടു സേ. അതായത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശബ്ദത്തിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കുന്നതാണ് നല്ലത്. നമ്മൾ ചെയ്യുന്ന ഒന്നും ചെറുതല്ല. 1000 മനുഷ്യരെങ്കിലും അത് പ്രചോദിപ്പിക്കുന്നുണ്ട്. ഇൻസ്പയറിംഗ് ഫ്രീക്ക്.